Marian, what do you say about our young generation? You easily made a lot of friends here, na? That's someone especially. Yeah. She can talk, eh? Yes. Yeah, okay. Do you want to come to South Africa? Yeah? Oh, okay. You can come visit my house. Okay. That's fine. അപ്പോൾ ഞാൻ എൻ്റെ കസിന് ബെന്നിനെ കാണാൻ വേണ്ടി ഇവിടെ നിർത്തിയത്. അപ്പോൾ ഇവിടെ പള്ളിയുടെ പരിപാടിയൊക്കെ ആയിട്ട് വേറെ ഫ്രണ്ട്സിൻ്റെ കല്യാണമൊക്കെ. അപ്പോൾ നാടാകുമ്പോൾ കല്യാണം, ഫുഡ് ഇതൊക്കെയാണല്ലോ ആഘോഷം. അപ്പോൾ അവരെല്ലാം കൂടെ കണ്ടു. അപ്പോൾ മാരിയനാണ് അതിലും വലിയ കമ്പനിയാക്കി. ഞാൻ നോക്കുമ്പോൾ ഇവർ മാരിയൻ ഭയങ്കര ഫ്രണ്ട് സർക്കിൾ ഇവിടെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നതെന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഓക്കെ അല്ലേ? യു വിൽ സർവൈവ് ചെയ്യാൻ വിത്തൗട്ട് മീ ഓൾസോ. യു വിൽ സർവൈവ്. Easily make friends. ഓക്കെ ദെൻ ബൈ ബൈ. ഇതാ പറ. ഹായ്, ഹലോ. എൻ്റെ പേരെന്നാന്ന് പറ. എൻ്റെ പേര് ബെൻ ജോസഫ്. ആ, ബെൻ ജോസഫ്. നമ്മൾ ചെറിയൊരു കല്യാണ പരിപാടിയായിട്ട് ഇവിടെ പള്ളിയിലായിരുന്നു. അപ്പോഴാണ് ഷൈജു ചേട്ടനെ കണ്ടത്. എങ്ങനെയുണ്ട് നമ്മുടെ ജേണിയൊക്കെ നീ സപ്പോ കാണാറുണ്ടോ? ജേണി എല്ലാം കാണാറുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ട് കാണലുണ്ട്. അതെയോ? ഷൈജു ചേട്ടനെ പിന്നെയാണ് വീഡിയോ ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് മര്യാദ കാണുന്നത്. എന്നെ കാണാൻ കിട്ടുന്നില്ലെന്നാ പറയുന്നത്. അങ്ങനെ ഏതൊക്കെയാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിള്ളേർ സെറ്റൊക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് വർത്തമാനം പറയാൻ പറ്റി. അവർ നമ്മുടെ വ്ളോഗ് കാണുന്ന പിള്ളേർ ചിലരൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷം. അപ്പോൾ ബെന്നെ ഞാൻ വിട്ടോട്ടെ? എന്നാൽ കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ കയറാം. തിരിച്ചിട്ട് പോകാം. ഓക്കെ ഓക്കെ ഓക്കെ. They're so sweet. Bye-bye. Bye-bye. അപ്പം ഞങ്ങൾ കോഴിക്കോട് വിട്ട് കൊച്ചിക്കുള്ള യാത്രയിലാണ്. ഒരു നല്ല ലക്ഷണം കാണുന്നത് കോഴിക്കോടൊക്കെ നല്ല ഏരിയ, നമ്മുടെ ഹൈവേയുടെ പണികളൊക്കെ കഴിഞ്ഞ് ലൈൻ മാർക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്കും ഒത്തിരി വാഹനങ്ങൾ, പക്ഷേ ഇനിയും നമ്മുടെ ആൾക്കാർ ലൈൻ ഡ്രൈവിങ്ങിൻ്റെ സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടില്ല. 2 ലൈനിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ നമുക്ക് കുറേ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാണെങ്കിലും ട്രാഫിക് ഇല്ലാതെ പോകാൻ പറ്റുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗ്യം. അടുത്ത വെക്കേഷന് വരുമ്പോഴെങ്കിലും നമുക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂറിലൊക്കെ ഓടിച്ചെത്താൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാണെങ്കിലും ഇതുപോലത്തെ നല്ല ഹൈവേ കൂടെ മലയാളിയൊക്കെ ഓടിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യം. നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വന്നത് തന്നെ ഒരു ഭാഗ്യം. അങ്ങനെ നമ്മുടെ കോഴിക്കോട് നിന്ന് തുടങ്ങിയ ജേണി ഇപ്പം ഭാരതപ്പുഴയൊക്കെ ക്രോസ് ചെയ്ത്. ഭാരതപ്പുഴ എന്നും ഒരു ഫീലിംഗ് അല്ലേ. കുറ്റിപ്പുറം പാലം അല്ല കിടക്കുന്നത്, കുറച്ചും കൂടെ കടലിനോട് ചേർന്നുള്ള വേറെ ഗൂഗിൾ മാപ്പ് കാണിച്ച ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ പേര് ചമ്രവട്ടോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാണെങ്കിലും വരുന്ന വഴി കണ്ടതൊക്കെ നമ്മുടെ ഹൈവേയുടെ പണികളൊക്കെ കഴിഞ്ഞു. ഒത്തിരി കുരിയാട് പാലം, ഒത്തിരി ഹൈവേയിലെ വർക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഹൈവേയിൽ ഇപ്പോഴും നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റൂല. അപ്പം നമ്മൾ തീരദേശ ഹൈവേ എന്ന് പറഞ്ഞ് കടലിനോട് ചേർന്ന ഒരു ഹൈവേ ഉണ്ട്. ആ റോഡാണ് ഞാൻ കൂടുതൽ ഓടിച്ചത്. എന്നെ സംബന്ധിച്ച് എല്ലാ വർഷവും ഓൾ കേരള ട്രിപ്പുണ്ട്. എൻ്റെ വൈഫിൻ്റെ വീട് അങ്ങ് പത്തനംതിട്ടയും ഞാൻ കാസർഗോഡുകാരനായതുകൊണ്ടും കേരളത്തിലെ ഓൾ കേരള യാത്ര ഇപ്രാവശ്യം ഉണ്ട്. ഒറ്റൊരു ഡിഫറൻസേ ഉള്ളൂ ഇപ്രാവശ്യം മാരിയൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നുള്ളൂ. മാരിയൻ ഇങ്ങനെ 2 കൈയും ഇങ്ങനെ വണ്ടിയെ മുറുക്കെ പിടിച്ച് ആദ്യത്തെ 2 ദിവസം മാരിയന് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം എന്നോട് പറയാൻ തുടങ്ങി, ഷൈജോ ഇത് വെട്ടിക്ക് അതിലെ വെട്ടിക്ക്, നീ ഓപ്പോസിറ്റ് വണ്ടി ഒരു ഗ്യാപ്പ് കാണുമ്പോഴേക്കും കയറാനൊക്കെ പറഞ്ഞ് ഇന്ത്യൻ വേ ഓഫ് ഡ്രൈവിങ്ങുമായിട്ട് അഡാപ്റ്റ് ആയി. Say something about your adaptation to the Indian way of driving. Maria? I'm getting there. You getting there, na? Yes. Okay. Look, there is the river. After 6 hours. How did you find the 6 hours? Can I be blunt? Yeah. My ass is sore. I expected that. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ടയറിംഗ് ആയിരുന്നു for her. For me, I'm a rider. I can still continue another. എത്ര കിലോമീറ്റർ വേണേലും ഓടിക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തെത്തി. എറണാകുളത്തെ വാർത്തകളും ഒക്കെ ആയിട്ട് നാളെ കാണാം. ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുകയാണ്. സ്റ്റേയും കൂടെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് സമയം 9 മണിയായി. I told you it doesn't work this side. Oh, it's coming up nicely now. Oh, yes. This is what you want. Same problem though. Okay, just I can. I'll ask him. The e-drive. ഓക്കെ, ഒരു ഫോറിനർ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ അവർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ എന്താ പറയുക, കാല് ഇവിടെ വെറ്റായിട്ടുള്ള ടോയ്ലറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൾ എന്നും
This saved my life. ഓക്കെ ബാത്റൂം വാൾ. അപ്പം രാവിലെ എല്ലാ ദിവസവും ആളുടെ മെയിൻ പരിപാടിയാണ് കാല് തുടച്ച് ഇതൊക്കെ. ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇന്ന് അവളെ കേരളം കാണിക്കാൻ വേണ്ടി. അവള് യു റെഡി ഫോർ ദ ഡേ? Let's go, let's do this beyond borders with Sergio. And what's the time now? I have no idea. I don't know the date, the time, anything. At least you forget about everything. That's good sign. You know, നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മലയാളികൾ ചോദിക്കുന്ന പോലെ എന്നാ തിരിച്ചു പോകുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നില്ല. ഏതൊക്കെയാലും ദാറ്റ്സ് ഗുഡ് സൈൻ. ബട്ട് ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഇറങ്ങുന്നത് ഞങ്ങൾ 11 മണിയാകുമ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങുവാണ്. വാട്ട്സ് ദ ടൈം? 11 o'clock. You take everything? Nobility. Yeah. Just bring the nobility this way, na? Yes, that way. Very nice place. Very nice place. It's a place I'll come back to. It's clean, it's Western, it's the way I like it, but a lot of Indian in it. Very beautiful. ഞങ്ങൾ നിന്നത് കല്ലൂർ കടവന്തർ റോട്ടിലുള്ള റിട്രീവ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞൊരു സ്റ്റേ ആണ് ഞങ്ങൾ എടുത്തിരുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്കൊക്കെ യാത്ര ചെയ്യുന്നത് തന്നെ മതി സന്തോഷം. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. മാരിയനെ പോലെയുള്ളവർക്കൊക്കെ നന്നായിട്ട് ഒന്ന് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, കുറച്ച് അവിടെ സ്പായും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തരുന്ന സന്തോഷം അത് തന്നെ മതി. എവിടെ വേണേലും കിടന്നുറങ്ങാം. ആഫ്രിക്കൻ സീരീസ് ഒക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ എങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതെന്നൊക്കെ അറിയാം. പിന്നാണ് നല്ലൊരു സ്റ്റേ ആയിരുന്നു, വളരെ പ്ലസൻ്റ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കൊച്ചി ഒന്ന് കണ്ട് കറങ്ങി പോവാം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര കൊച്ചിയിലെത്തി നിൽക്കുവാണ്. കൊച്ചിയിലെ ഞങ്ങളുടെ സ്റ്റേ ഒക്കെ നിങ്ങൾ കണ്ടു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം. കൊച്ചിയിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നാണെങ്കിലും കേരളം കാണിക്കുമ്പോൾ നമുക്ക് കൊച്ചി കാണിക്കണം. അതോടൊപ്പം തന്നെ കാണിക്കേണ്ട സ്ഥലമാണ് ആലപ്പുഴ. അപ്പോൾ ഞങ്ങളിപ്പം കൊച്ചിക്ക് ശേഷം ഞങ്ങൾ ആലപ്പുഴയിലേക്കുള്ള യാത്രയാണ്. ആലപ്പുഴയിൽ ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ഒക്കെ മാരിയന് കൊടുക്കണം. അതാണ് എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞാൻ കൊച്ചിയിലെ റോഡിലേക്ക് ഇറങ്ങി. നമുക്ക് പണ്ട് വന്ന് പരിചിതമായ കുറേ സ്ഥലങ്ങളൊക്കെ തന്നെ, കടവന്തർ റോഡ്, അത് കഴിഞ്ഞ് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്, അങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ടൗണുകൾക്ക് എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നല്ല ഗ്രീനിഷായ മരങ്ങളൊക്കെ നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പോലും നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിൽ കേരളവും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ടൗണുകളും ഒത്തിരി നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതോടൊപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് നല്ലൊരു മോചനം മൊത്തത്തിൽ വന്നിട്ടുണ്ട്. എവിടെ റോഡുകളിൽ അങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും കാണുന്നില്ല. ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർക്കിംഗ് സിസ്റ്റം, അത് പാർക്കിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ റോഡിൽ നമ്മുടെ ഡ്രൈവിംഗ് രീതിയും കൂടെ വന്നു കഴിഞ്ഞാൽ, ഈ പുതിയ ഹൈവേ ഒക്കെ വന്നു കഴിയുമ്പോൾ അതിനകത്തൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഈ നമ്മളുടെ ഒരു ഇൻപേഷ്യൻസ്, എല്ലാവരും ഇടിച്ച് കയറി, അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റിയല്ല. ഇടിച്ച് കയറി നിന്നില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിയല്ല, അതാണ് യാഥാർത്ഥ്യം. അതും കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളം സൂപ്പറാണ്, പറയാതിരിക്കാൻ പറ്റിയല്ല. നമുക്ക് അനുഗ്രഹിച്ച് കിട്ടിയ അത്രയും വേറെ ആർക്കും അനുഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഈ ഗ്രീനറിയും ഈ റിവറും അങ്ങനെ എല്ലാ രീതിയിലും നമ്മളൊരു ബ്ലെസ്ഡ് ആണ്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ വിചാരിച്ച അത്രയും കൊച്ചി റോഡുകൾ അത്ര ബിസി അല്ല കേട്ടോ. വളരെ ക്വയറ്റായിട്ട് തോന്നി. അതിന് ഒരു പരിധി വരെ ഈ മെട്രോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മെട്രോയുടെ ബിൽഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ മാരിയനും വളരെ ഇമ്പ്രസ്സായി കൊച്ചി എന്ന ടൗൺ എന്നുള്ളത്. നമുക്ക് ഒരേ ഡിസൈൻ പാറ്റേണോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ പറയുന്ന ഏതൊരു മെട്രോ, വലിയൊരു മെട്രോ സിറ്റിയോട് പറയുന്ന എല്ലാ ഫെസിലിറ്റിയിലും ഇപ്പോൾ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഓവർ ബ്രിഡ്ജുകളും ഈ 6 ലൈനും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ നാട് ശരിക്കും അടിപൊളിയാവും. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഒരാളായതുകൊണ്ട് അടുത്ത പ്രാവശ്യത്തിനെക്കുറിച്ച് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. അന്ന് വേണം എനിക്ക് ഈ റോഡിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് ഓടിച്ച് സമയം കുറേ ലാഭിക്കാം. അപ്പോൾ ആ സമയം കൂടെ കൂടുതലും നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്കും പുതിയ സ്ഥലങ്ങളിൽ എത്താനുള്ളതൊക്കെ മാറ്റി വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ബെനിഫിറ്റ്. Where are we going? National Highway 66. Saiz's favorite road. He can't wait for that road to be finished so it can be free flowing for him to travel from his house to his wife's house.
അവള് പറഞ്ഞത് ശരിയാട്ടോ. ഞാൻ ഈ ഹൈവേയുടെ പണിയൊന്ന് തീരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ വിചാരിച്ചു ഈ വർഷം വരുമ്പം നമുക്ക് അടിച്ചു മിന്നിച്ച് നമ്മുടെ 6 ലൈനിൽ കൂടെ പോകാമെന്ന്. പക്ഷെ അത് നടന്നില്ല. അപ്പം ഞാൻ എപ്പോഴും 6 ലൈൻ 66 എന്ന് പറഞ്ഞ് അവളെന്നെ കളിയാക്കുന്നു. മാരിയൻ എന്നെ കളിയാക്കാൻ തുടങ്ങി. Yes, I'll come when the Highway 66 is finished. Then we are more organized. We are little more organized. Not like, Yeah, my driving style also will change. I will also do the proper way of driving, not like this. You first have to teach the others. I have to teach the others. We all know. I think we all know because most of us work outside, so we know how to drive. Only thing is the infrastructure is not ready for us to, You see, we will all wait for first 1 week, follow the outside rule. Then after 3rd day, we'll realize it's not working. So we have to adopt with the. Otherwise, you get nowhere. We'll not get it. അങ്ങനെ എറണാകുളം ആലപ്പുഴ റൂട്ട് ചേർത്തല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് പണി നടക്കുന്നു. ഇവിടെ ഒരു കാര്യത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും ടോൾ പ്ലാസ അതുപോലെ തന്നെ ഉണ്ട്. എനിക്കതാ മനസ്സിലാവാത്ത. ഇവിടെ എല്ലാം റോഡ് പണി നടക്കുമല്ലോ. ഇപ്പോഴേലും ഒന്നും നിർത്തി റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് കണ്ടിന്യൂ പിരിച്ചാൽ പോരെ. നമ്മളെ യാത്ര മുന്നോട്ട് തന്നെ. റോഡുകൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടിപൊളിയാകുമായിരിക്കും എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ രാവിലെ 11 മണിയൊക്കെ ആകുമ്പോൾ എറണാകുളത്ത് നിന്ന് വിട്ടു. അങ്ങനെ നമ്മൾ ആലപ്പുഴയുടെ തീരങ്ങളിലേക്ക് എത്തിയേക്കുവാണ്. ഞാനിപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടാണ്. ഈ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിപ്പോൾ നല്ല വഴിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കൊരു ഹൗസ് ബോട്ട് എടുക്കേണ്ടത്. ഞാൻ ഇതിന് മുമ്പ് കുമരകം ഹൗസ് ബോട്ട് ഏരിയ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഞങ്ങൾക്കൊരു കല്യാണം വരുന്നുണ്ട്. ആ കല്യാണം നമ്മുടെ ഒരു ട്രഡീഷണൽ കല്യാണം കൂടണം എന്നുള്ളത് മാരിയൻ്റെ ഒരു ആഗ്രഹമാണ്. അല്ലേ മാരിയൻ, യു വാണ്ട് അറ്റൻഡ് മാരേജ്? Yes. Oh, that's what you excited. എൻ്റെ വൈഫിൻ്റെ വീട് പത്തനംതിട്ട ജില്ലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിർത്തി ആലപ്പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമുക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് കയറാം. ഇതിപ്പോൾ ആലപ്പുഴയും പത്തനംതിട്ടയും ഇപ്പോൾ അടുത്തടുത്തായി, അധികം കയറാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് ഇഷ്ടംപടി. അപ്പോൾ ആലപ്പുഴയുടെ ഭംഗിയൊക്കെ കണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക്, ബ്രിഡ്ജിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് എൻട്രി വരുന്നത്. നമ്മളൊരു യു ടേൺ എടുത്തിട്ട് ഇപ്പം നമ്മുടെ തിരിച്ച് ബോട്ടിലേക്ക് എത്തും. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ്. നമുക്ക് ബോട്ടിൽ കയറുന്നേക്കാളും കൂടുതൽ മാരിയനെ ഈ ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ഒന്ന് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴയുടെ മണ്ണിലാണ്. ഇന്ന് ആലപ്പുഴ, പിന്നെ നാളെ പത്തനംതിട്ട, അങ്ങനെ ഓൾ കേരള എക്സ്പെഡിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് നമ്മൾ. മാരിയൻ, are you getting used to the driving style in Kerala? Definitely. അങ്ങനെ അവസാനം ആലപ്പുഴ. നമ്മുടെ ആലപ്പുഴ വലിയ കുഴപ്പമില്ല, വലിയ ചൂടില്ല, അതുകൊണ്ട് ഓക്കെ ആയിരിക്കും. That's okay, my darling. That's fine, thank you. Okay. നീ എൻ്റെ കൂടെ ഉണ്ടാവൂടാ? നിന്റെ പേരെന്നാ? എൻ്റെ പേര് ഷീനു നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാലും രാവിലെ തൊട്ട് പട്ടിണിയാണ്. നമുക്ക് ഷീൻ എന്നെ ഉണ്ടാക്കി വെച്ചെന്നൊക്കെ. ലഞ്ച് റെഡി അല്ലേ? ഓക്കെ. അപ്പം ഞങ്ങൾ ആലപ്പുഴ സൈഡാണ് എടുത്തേക്കുന്നത്, കുമരകം അല്ല. ആലപ്പുഴയ്ക്ക് എന്താ ഇപ്രാവശ്യം വ്യത്യസ്തമായി തരാനുള്ളത് നമുക്ക് നോക്കാം. കുമരകം ആണെങ്കിലും ആലപ്പുഴ ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ഓക്കെ. ഹൗസിംഗ് ബോട്ടുകളെല്ലാം റെഡിയായി കിടപ്പുണ്ട്. പക്ഷേ കുമരകം ആണെങ്കിലും ആലപ്പുഴ ആണെങ്കിലും എനിക്കൊരു ഡിസഗ്രിമെൻ്റ് ഉള്ളത് എന്നാന്ന് ഞാൻ പറയും. ഇത്രയും ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ടും ഈ ഏരിയ കുറച്ചും കൂടെയൊക്കെ നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇടാവുന്നതാണ്. എന്നുവെച്ചാൽ ഇതൊരു മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും മോശമാക്കരുത് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കുറച്ചും കൂടെയൊക്കെ സെറ്റപ്പ് ആക്കിയെടുക്കാം, തീർച്ചയായിട്ടും സെറ്റപ്പ് ആക്കിയെടുക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അന്ന് ഞാൻ പണ്ട് കുമരകത്ത് പോയപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള നമ്മളെ ബോട്ടിലേക്ക് കയറാൻ പോകുന്ന ഏരിയ വളരെ ശോകമാണ്. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ടൈമിംഗ് ഒന്നും തെറ്റിച്ചില്ല, കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നല്ല വയറുമായിട്ട് വന്നേക്കുന്നത്. നല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല ഫുഡ് അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. സോ നൗ ബോട്ട് വിൽ ബി റെഡി ഹിയർ. വിൽ ചെക്ക് ഇൻ ദ ബോട്ട് റൈറ്റ് നൗ
and boat will start within few minutes. No worries. And on lunch is already there. It's 9 bedroom, 15 bed, and so lunch is fish fry and rice, vegetable dishes, and chapati, and salad, papad, everything. Yeah. Boat will start within few minutes, and on the way we will see different kind of sightseeing is there, lakes, lagoon, and canals, and paddy farms, villages. There's a backwaters area. Yeah, okay. Yeah, then evening 4:30 for tea with the snacks and vegetable pakoda, tea, coffee also there. Okay. കേരള സ്റ്റൈല് ഒരു കരിക്ക് ഒക്കെ കൊടിച്ച് ഞങ്ങൾ മെല്ലെ ഹൗസ് ബോട്ടിലേക്ക് കയറുകയാണ്. നല്ല ക്ഷീണമുണ്ട്, നല്ല ഡ്രൈവാണ്, അതിൻ്റെതായ ക്ഷീണമുണ്ട്. പക്ഷേ കാലാവസ്ഥ കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു റെസ്റ്റൊക്കെ എടുത്ത് ഹൗസ് ബോട്ടിൻ്റെ എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡർ. സി യു ടുമാറോ.